ഇന്ത്യയുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ നിരക്ക്, അതിൽ ഒന്നാം പാദത്തിന്റെ വളർച്ചാ നിരക്ക് 7.8% ഉയർന്നിരിക്കുകയാണ്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. എസ്പെഷ്യലി പ്രസിഡന്റ് ട്രംപ് ടാരിഫ് ഇമ്പോസ് ചെയ്തു. അത് നമുക്ക് 27-ാം തീയതി 50% ടാരിഫായിട്ട് വന്നതിന് ശേഷം, പക്ഷെ അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ പോലും കഴിഞ്ഞ ഒന്നാം പാദത്തിലുള്ള ഇത്രയും വലിയൊരു വളർച്ച തീർച്ചയായിട്ടും തന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഉത്തേജനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് ആണ്. സർവീസസ് സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് 9% മുകളിൽ പോയി. എല്ലാ സെക്ടറും, അഗ്രികൾച്ചർ സെക്ടർ ഉൾപ്പെടെ മാനുഫാക്ചറിംഗ് സെക്ടറും നല്ല രീതിയിൽ തന്നെ വളർച്ച കൈവരിച്ചു എന്നാണ് പറയുന്നത്. കാർഷിക മേഖലയുടെ വളർച്ച വളരെ കൂടിയില്ലെങ്കിലും അതും പോസിറ്റീവായിട്ട് തന്നെ വളർച്ച പോകുന്നു. RBIയും ഗവൺമെന്റും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഏകദേശം 6.8-7% വളർച്ചയിലേക്ക് എത്തുമെന്നതായിരുന്നു. പക്ഷെ അതാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് 7.8% വളർച്ച. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ച ഏതായാലും തന്നെ 6.8-6.9% പോകുന്നുള്ളതിൽ സംശയമില്ല. ഇത് ഒരു വളരെ ഉത്തേജനം എക്കോണമിക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കൺസംഷൻ സൈഡ് നോക്കിയാൽ ഉപഭോഗം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നത് വഴി കൂടുതൽ എല്ലാ വിഭാഗക്കാരുടെ ഉപഭോഗം വർദ്ധിച്ചെന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളിസി മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കാനായിട്ട് ഇത് വളരെ സഹായമാവും. എസ്പെഷ്യലി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടാരിഫിന്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചോളം കൂടുതൽ നല്ല പോസിറ്റീവായിട്ടുള്ള പോളിസീസും ശക്തമായിട്ടുള്ള പോളിസി മെഷേഴ്സുമായിട്ട് വരാനും സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്താനും കഴിയുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് ഈ ടാരിഫിന്റെ ഇമ്പാക്ട്സ് ശരിക്കും നമുക്ക് വരാൻ പോകുന്നത് 1-1.5 മാസം നെക്സ്റ്റ് ക്വാർട്ടറിലായിരിക്കും അതിന്റെ ഇമ്പാക്ട്സ് വരാൻ പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടണം, അല്ലെങ്കിൽ കൂടുതൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ നേരിടണം എന്നുള്ളതിനെ പറ്റി സർക്കാർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വളർച്ച, വളരെ വലിയ വളർച്ച, അതായത് സർക്കാർ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയ വളർച്ച ആദ്യ ഭാഗത്തിൽ തന്നെ കൈവരിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള നല്ല സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.